സിനിമയെ കീറിമുറിക്കുന്ന രീതിയിൽ ആ സിനിമയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിലുള്ള ആളുകൾ ഈ സിനിമ കാണാൻ വന്നാൽ അവർക്ക് ദഹിക്കില്ല. ഞാൻ ഈ പടങ്ങൾക്ക് മുമ്പ് ഇതിന് മുമ്പുള്ള സംവിധായകരുടെ കൂടെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇയാൾക്ക് പുതിയ സംവിധായകരൊന്നും ഇല്ലേ. ഇപ്പം ഞാൻ വന്ന പുതിയ സംവിധായകരുടെ കൂടെ പോകാമെന്ന് വെച്ചാൽ അതും കുഴപ്പമെന്ന് പറയരുത് കേട്ടോ. നമ്മൾ ശരിക്കും പ്രസ് മീറ്റ് വളരെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ശരിക്കും കഴിഞ്ഞ 2-3-4 ദിവസങ്ങൾക്ക് മുമ്പ് പ്ലാൻ ചെയ്തതാണ്. അപ്പോഴാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നമ്മൾ ഒരുപാട് സ്നേഹിക്കുകയും മലയാള സിനിമയുടെ അഭിമാനമായിരുന്ന നമ്മുടെ ശ്രീനേട്ടൻ നമ്മളെയൊക്കെ വിട്ടുപോയത്. അപ്പം അതുകൊണ്ടാണ് പിന്നെ കുറച്ച് വൈകി. അങ്ങനെയാണ് ഇന്ന് എന്താണെങ്കിലും നിങ്ങളൊക്കെ ആയിട്ട് നേരിട്ട് സംസാരിക്കാം എന്നുള്ള തീരുമാനത്തിലെത്തിയത്. അതുകൊണ്ട് ഈ സിനിമയിൽ അഭിനയിച്ച ഒരുപാട് പേര് ഇന്നിവിടെ വന്നിട്ടില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ധ്യാൻ ശ്രീനിവാസൻ. ധ്യാന് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ഗംഭീരമായിട്ടൊരു പ്രസ് മീറ്റ് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യാന്നുള്ളതായിരുന്നു. പക്ഷെ ധ്യാനും പിന്നെ ഇതിനൊന്നും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. ഇന്ന് നമ്മളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് 2020 പടം കഴിഞ്ഞിട്ട് ഓരോ സീനിലും പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന വേറൊരു സിനിമയുടെ ഒരു രൂപമാണ് ബബ്ബ അതിലൂടെ നമ്മൾ കണ്ടത്. അതിൻ്റെ കഥ ഫാഹിനും നൂറും എന്ന് പറഞ്ഞപ്പോൾ ഇത് വേറൊരു ജോണറിൽ സംഭവിക്കുന്നൊരു സിനിമ. ഇത് സിനിമ എന്നല്ല, ഒരു എന്താ പറയുക, തിയേറ്ററിൽ ഹരമുണ്ടാക്കുന്ന ഒരു ഫാൻ മെയ്ഡ് മൂവി. ഒരു ലോജിക്കും ഇതിനകത്തില്ല. അത് നമ്മൾ ആദ്യമേ തന്നെ കഥ കേട്ടപ്പോൾ തന്നെ പറഞ്ഞു, ഇതിൽ ലോജിക്കൊക്കെ പിടിക്കാൻ പോയാൽ ഭയങ്കര കുഴപ്പമാണ്, ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ തന്നെ നമ്മൾ നോ ലോജിക് എന്നുള്ളത് പറഞ്ഞത്. ലാലേട്ടൻ തന്നെ ഇതിനു മുമ്പുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, സിനിമയെ കീറിമുറിക്കുന്ന രീതിയിൽ ആ സിനിമയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിലുള്ള ആളുകൾ ഈ സിനിമ കാണാൻ വന്നാൽ അവർക്ക് ദഹിക്കില്ല, അങ്ങനെയുള്ള ഒരു സിനിമ കാണണ്ട എന്നുള്ള രീതിയിൽ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരവകാശവാദങ്ങളും ഇല്ലാതെ തിയേറ്ററിൽ ആഘോഷമാക്കുക. നമ്മൾ ധനജയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞങ്ങളൊക്കെ നിങ്ങളുടെ സിനിമകൾ കണ്ടിട്ട് നമ്മൾ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വീണ്ടും ചെയ്തു തരണം. അതെനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് ലാലേട്ടനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ആ കാൽക്കുലേഷൻ കറക്റ്റായിരുന്നു. കാരണം തിയേറ്ററിലൊക്കെ നമ്മൾ അതിൻ്റെ ഒരു ആവേശം, ആ സന്തോഷമൊക്കെ നമ്മൾ കണ്ടാണ്. സ്ക്രീനിൽ ഡാൻസ് നടക്കുന്ന സമയത്ത് തിയേറ്ററിൽ യങ്സ്റ്റേഴ്സ് എല്ലാവരും ഇറങ്ങി നിന്ന് ആ ഡാൻസ് കളിക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് കാലമായിട്ട് നമ്മുടെ മലയാള സിനിമാ ചരിത്രത്തിലെ തിയേറ്ററുകളിൽ നിന്ന് ഇങ്ങനെ മറഞ്ഞു തുടങ്ങിയിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ആവേശം ശരിക്കും നമ്മൾ തിയേറ്ററിൽ ഭയങ്കര ഒരു എന്താ പറയുക, ആഘോഷം, ഒരു ഉത്സവം നടക്കുന്ന പോലെയുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുക. ഇപ്പം ഞാൻ പല തിയേറ്റർ വിസിറ്റ് പോലെ ഒന്ന് പോവുകയുണ്ടായി. അപ്പോഴൊക്കെ പലരും വന്ന് പറഞ്ഞു, ഞങ്ങൾ എത്ര കാലമായി എന്നറിയാം ഇതുപോലെ സിനിമ രസിച്ചിട്ട്. ഏകദേശം 10-30 വർഷമായിട്ട് ഈ കയ്യടി കൊണ്ട് മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഏത് സമയത്തും എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന പ്രേക്ഷകർ. കാരണം അവരില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നുമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ ആരുടെ മുമ്പിൽ ആടി തിമിർക്കാനാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഒരു വലിയ പ്രോഡക്റ്റ് ഉണ്ടാവുന്നത് ഒരുപാട് പേരുടെ കൂട്ടായ്മയാണ്. എൻ്റെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ, അതുപോലെ എൻ്റെ ഡയറക്ടർ. ഇപ്പോൾ ഈ ഡയറക്ടറെ സംബന്ധിച്ച് ഒരു ധനഞ്ജയ് ഒരു ആദ്യമായിട്ടൊരു സിനിമ ചെയ്ത പോലെയല്ല. ഒരു പുതിയ ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ആർട്ടിസ്റ്റുകളെ കിട്ടുമ്പോൾ തന്നെ പതറിപ്പോകും. പക്ഷേ അതിന് ഈ കഥ എന്നിലേക്ക് എത്തിച്ചത് വിനീത് ശ്രീനിവാസനാണ്. വിനീതാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, ദിലീപേട്ട ഒരു കഥയുണ്ടെന്ന് കേട്ടു നോക്കൂ. കഥ എന്ന് പറയാൻ പറ്റില്ല, ഒരു സംഭവങ്ങളാണ്, അതൊന്ന് കേട്ടു നോക്കൂ, എന്നിട്ട് നമുക്കതെങ്ങനെയാണെന്ന് ആലോചിക്കാം. നമുക്കൊരു ഭ്രാന്തം പരിപാടിയാണ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു കേൾക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഈ കാര്യം ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കിയത്. സിനിമ ഈ കഥ കേട്ട് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ്, നമ്മളിതൊരു ഭ്രാന്തൻ പോക്കാണ്, ഇതിൻ്റെ ഫെയ്റ്റും നമുക്ക് അറിഞ്ഞുകൂടാ എന്നുള്ള രീതിയിലാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ
ഒരുപാട് അതിൽ ധനജയുടെ ഇത് തന്നെയായിരുന്നു ഞാൻ ഇൻട്രോ സീക്വൻസിൽ പാട്ടിടുന്ന വിഷയം. മിസ്റ്റർ ബട്ട്ലറുടെ പാട്ട് ഇടുമ്പോൾ അപ്പം ഞാൻ ധനജ ഇത് നമ്മൾ ഏത് റിയാലിറ്റി ഷോയ്ക്ക് ചെല്ലുമ്പോഴും ഈ പാട്ട് ഇടുന്നുണ്ട്. അപ്പം അത് ജനങ്ങൾക്ക് എത്രത്തോളം സിനിമയിൽ വരുമ്പോൾ നമുക്കറിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞില്ല ഏട്ടാ, അത് കറക്റ്റ് ആവും. അങ്ങനെ നമ്മൾ 2 പാട്ടും കൂടി എല്ലാവർക്കും ഇഷ്ടമുള്ള 2 പാട്ട്. കാരണം ആ പാട്ട് എപ്പോൾ വേണമെങ്കിലും മാറ്റാവുന്ന ഒരു ഐറ്റം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ ഞെക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പാട്ട് മാറ്റി കഴിച്ചാൽ. പക്ഷെ അതൊക്കെ ഗംഭീരമായിട്ട് തിയേറ്ററിൽ വർക്കൗട്ടായി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇതിപ്പോൾ ഇതിങ്ങനെ ഒരു സിനിമ, ഈ സിനിമയിൽ മാത്രമേ ഇമ്മാതിരി പരിപാടികൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ധനജയ്ക്കാണ് ഏറ്റവും ടെൻഷൻ. ധനജയ്ക്ക് അടുത്ത സിനിമ എന്തായിരിക്കും എന്നുള്ളതാണ്. ഈ സിനിമ ഇപ്പൊ നമ്മൾ ലാലേട്ടനെ ഏറ്റവും കൂടുതൽ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചു, അങ്ങനെ നമ്മൾ ചെയ്തിട്ട് ഇപ്പം നമ്മുടെ വേറെ കുറച്ച് സിനിമയിലെ ചിന്തകളൊക്കെ ചിലപ്പോൾ അതിൽ വന്നിട്ടുണ്ടാകും. അതുപോലെ എല്ലാ ആർട്ടിസ്റ്റുകളും ഓരോ സെക്കൻഡിലും പുതിയ പുതിയ കാര്യങ്ങൾ നടക്കുന്നു. ഈ സിനിമയ്ക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ ഗംഭീരമായിട്ട് വർക്കൗട്ടായി. ഈ സിനിമയിൽ ഒരു നായികയില്ല, പക്ഷെ ഇവര് എനിക്ക് ലാസ്റ്റ് ഒരു നായിക തരാന്ന് പറഞ്ഞു, അതൊന്നും തന്നില്ല. പിന്നെ അപ്പൊ ടൈലന്റൊക്കെ വേറെ തരത്തില്ല. എന്തായാലും എനിവേ നമ്മളെ സംബന്ധിച്ച് ഈ പറയണ 10 ദിവസം ഇപ്പൊ നമ്മുടെയൊക്കെ സിനിമകൾ വന്ന 10 ദിവസം കൊണ്ട് വരുന്ന കളക്ഷൻ 3 ദിവസം കൊണ്ട് വന്ന് കയറുക എന്ന് പറഞ്ഞ പോലെ അത്രയും അധികം ആളുകൾ ഇത്രയും വൈഡ് റിലീസ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ അഭിനയിച്ചാൽ ഏറ്റവും കൂടുതൽ റിലീസ് സംഭവിച്ച ഒരു സിനിമയാണിത്. 400-500 എത്രയോ സെന്റേഴ്സിൽ 450 എത്രയോ സെന്റേഴ്സിലുണ്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇത്രയും വലിയ വലിയ ആളുകൾ നമ്മൾ എഴുതിയ നമ്മൾ സ്വപ്നം കണ്ട സാധനത്തിൽ വന്ന് അഭിനയിക്കുക എന്ന് പറയുമ്പോൾ അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ കിക്ക്. അപ്പോൾ അത് ഓരോ നിമിഷവും ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത് സിനിമ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പ്രോസസ്സിൽ എൻജോയ് ചെയ്ത് അതിൻ്റെ ത്രില്ലിൽ തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇത്രയും നല്ല ആർട്ടിസ്റ്റുകളാണല്ലോ നമ്മുടെ കയ്യിൽ. അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യത്തിൽ വേറെ ടെൻഷനൊന്നുമില്ലല്ലോ. നമുക്ക് വേണ്ട കാര്യം എങ്ങനെ വേണമെന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി, ബാക്കി അവർ നമുക്ക് തന്നോളും. ദിലീപേട്ടൻ്റെ പടങ്ങൾ റിപ്പീറ്റ് അടിച്ച് കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ദിലീപേട്ടന് ഏതെങ്കിലും ഒരു പടം ഇതിന് മുൻപ് ചെയ്ത ഏതെങ്കിലും പടത്തിലെ ഒരു സാധനം ബബ്ബയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ വേറെ ഏതെങ്കിലും സിനിമയിൽ? ഞാൻ ധനജയോട് പറഞ്ഞത് എൻ്റെ പഴയ സിനിമയിൽ ഒരു സാധനം കൊണ്ടുവരില്ലേ, പുതിയതെന്തെങ്കിലും കാണിക്കുന്ന പറഞ്ഞുകൊണ്ടിരുന്നില്ല. ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞാനെപ്പോഴും ധനജയോട് പറയും, അത് വേണോ, അത് പുതിയതെന്തെങ്കിലും പുതിയ ഇല്ലാട്ട, ഇത് ഞങ്ങളുടെ ഒരു ഇതിന് സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ വന്ന് ഇറങ്ങുമ്പോൾ തന്നെയുള്ള ഒരു റെഫറൻസ്, പിന്നെ നമ്മൾ ഇൻ്റർവെല്ലിന് പോകുന്ന ചേസ് നടക്കുമ്പോഴുള്ള റെഫറൻസുകൾ, അപ്പോൾ അതൊക്കെ റീക്രിയേറ്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞൊരു സ്പൂഫ് സ്വഭാവമുണ്ട് ഈ സിനിമയ്ക്ക്. ലാലേട്ടനെ കൊണ്ട് നമുക്ക് കാണാൻ ആഗ്രഹിച്ച സാധനങ്ങൾ ഇപ്പോൾ പുള്ളി പറഞ്ഞ പോലെ ഒറ്റ സിനിമയിൽ തന്നെ അതിൻ്റെ മെയിൻ സാധനങ്ങളൊക്കെ എടുത്ത് മുണ്ട് ഉരുള്ള അടി, കാല് ഇതാക്കല്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. പിന്നെ ഇതൊരു ലാലേട്ടൻ തന്നെ പറഞ്ഞ സാധനം, ഇതൊരു എന്താ പറയുക, ഒരു വെറുതെ ഹൈപ്പ് ഉണ്ടാക്കുക എന്താ പറയുക. അതാണ് തുമ്മുമ്പയ്ക്കും മണ്ണൊക്കെ ഇങ്ങനെ എയറിലേക്ക് പൊക്കുക. സാധാരണ അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് പല സാധനം എടാ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടാവോടാ ഇത് നമ്മൾ ചോദിക്കും, എന്ത് മനുഷ്യന്മാരല്ലേ അത് എന്നൊക്കെ ചോദിച്ചിട്ട്. കാരണം നമ്മളിപ്പുറത്ത് വേറെ തരത്തിൽ അതിനെ എൻജോയ് ചെയ്ത് നമ്മൾ തന്നെ അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് വേറൊരു ലോകമാണ് ഇങ്ങനെ കുറേ ആൾക്കാർ. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ കുറേയൊക്കെ ഇപ്പോഴത്തെ ഒരു വേർഷനിൽ ആൾക്കാർക്ക് കൂടുതൽ ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ച് ഒരുപാട് ക്ലാരിറ്റി കൊടുക്കണ്ട. അത് ജനത്തിന് ഇപ്പം നന്നായിട്ട് മനസ്സിലാവും. ഇങ്ങനെയാണ് കണക്റ്റഡ്. സിനിമ ടോട്ടൽ കണക്ട് ചെയ്ത് വരുമ്പോൾ എല്ലാം നമ്മുടെ ആൾക്കാരാണ്, വിനീതിൻ്റെ ടീം മാത്രമാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു കണക്ഷനിൽ ഇങ്ങനെ കൊണ്ടുവന്ന് എത്തിക്കുക എന്ന് പറയുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. നമുക്ക് ഓരോ സിനിമയും അല്ലെങ്കിൽ ഓരോ ദിവസവും പാഠപുസ്തകം പോലെയാണ്. സിനിമ ഇതൊരു വലിയ കടൽ പോലെയാണ്. ഇത് ഒന്നും പഠിച്ചാൽ തീരുവില്ല എന്ന് പറഞ്ഞാൽ ദിവസം ദിവസം ഓരോ സംഭവങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ മുമ്പിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. ഇപ്പോൾ ഇൻ്റർനെറ്റ് മറ്റുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്പം പറയുന്നു, ഇന്ന നടക്കുന്നുണ്ട്, ഇങ്ങനെ സാധനം വരുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ മുമ്പിലേക്ക് എത്താൻ ചിലപ്പോൾ കുറച്ച് വൈകുമായിരിക്കും. പക്ഷെ നമ്മൾ ഇന്നും ആസ് എ സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം പുതിയത് കണ്ടുപിടിക്കും. പിന്നെ പുതിയ ശരിക്കും ഞാൻ ഇവരോടൊക്കെ പറയേണ്ടത്, നമ്മളെക്കാൾ അറിവുള്ള ടെക്നീഷ്യൻസിൻ്റെ കൂടെ തന്നെയായിരിക്കണം നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ അതുപോലെ നമ്മളെക്കാൾ വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുമായിട്ട് നമ്മൾ സഹകരിക്കണം. അപ്പോഴാണ് നമ്മൾക്കും വളർച്ച ഉണ്ടാവുള്ളൂ.
അപ്പോൾ ഈ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടത്തിലൊന്നും ഉപയോഗിക്കാത്ത ടെക്നോളജിയുടെ കൂടെ പോകുമ്പോൾ നമുക്കും പുതിയ നോളജാണ്. അതെടുത്ത് നമുക്ക് അടുത്ത സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് അത് വേണോട്ടോ ഇത് വേണോട്ടോ അങ്ങനെ വന്നൂടെ എന്നൊക്കെ ചോദിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് വരും. ഇപ്പോഴത്തെ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ക്യാമറമാന്മാരാണെങ്കിലും മറ്റുള്ള എല്ലാ ടെക്നിക്കൽ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയത് എന്തെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. കഴിഞ്ഞ പടം ഒരു പുതുമുഖ സംവിധായകനാണ്, ഈ പടവും പുതുമുഖ സംവിധായകനാണ്, അടുത്ത പടവും ഒരു പുതുമുഖ സംവിധായകൻ. അപ്പം പുതിയ കാലങ്ങളിലേക്ക് പുതിയ കഥകൾ തേടിപ്പോകുന്ന ഒരു ദിലീപിന്റെ ഒരു ട്രേഡ് നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും അതൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷനാണ്. ഞാൻ ഈ പടങ്ങൾക്ക് മുമ്പ് ഇതിനു മുമ്പുള്ള സംവിധായകരുടെ കൂടെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇയാൾക്ക് പുതിയ സംവിധായകരൊന്നും ഇല്ലേ. ഇപ്പൊ ഞാൻ വന്ന പുതിയ സംവിധായകരുടെ കൂടെ പോകാന്ന് വെച്ചാൽ അതും കുഴപ്പമെന്ന് പറയരുത് കേട്ടോ. ഇഷ്ടമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പുതിയ സംവിധായകരുടെ കൂടെ തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വന്നു തുടങ്ങിയിട്ടുള്ള ആളാണ് ഞാൻ ചെയ്തിട്ട് എത്രയോ സിനിമകളുണ്ട്. പുതിയ ആൾക്കാരുടെ കൂടെ ചെയ്തിട്ടുണ്ട്, പുതിയ നായകന്മാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, പുതിയ സംവിധായകർ സുന്ദരദാസ് തുടങ്ങിയിട്ട് ഇങ്ങനെ അങ്ങനെ ഒരുപാട് പേരുടെ സിനിമയിൽ അഭിനയിച്ചു. ജോണി ആന്റണി, ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ സിനിമ ജോണിയുടെ ഞാൻ നിർമ്മിച്ചതാണ്. അന്ന് ജോണി പുതിയ ആളാണ്. അങ്ങനെ ഒരുപാട് പേരുടെ സിനിമകൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ മലർവാടി ആർട്സ് ക്ലബ്ബ് ചെയ്യുമ്പോൾ വിനീതിന്റെ ആദ്യത്തെ സിനിമയാണ്, അത് നിർമ്മിച്ചത് നമ്മൾ തന്നെ. അപ്പൊ പുതിയതായാലും പഴയതായാലും കണ്ടന്റ് എന്ത് എന്നുള്ളതാണ് നമ്മളിലേക്ക് പുതിയ സിനിമ അല്ലെങ്കിൽ പുതിയ കണ്ടന്റ് ആര് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പഴയതായാലും പുതിയതായാലും. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ പോകുന്നത് കണ്ടന്റിനാണ് പ്രാധാന്യം. ആർട്ടിസ്റ്റ് എന്നുള്ളതിനേക്കാൾ ഉപരി ഇപ്പോൾ സിനിമകൾ ഓടുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്ത് കണ്ടന്റ്, നിങ്ങൾക്ക് സിനിമ ഇഷ്ടമുണ്ടോ അതിലെ പ്രമേയം ഇഷ്ടമുണ്ടോ എന്നാണ് നോക്കുന്നത്. ഇന്ന താരം വരുന്നോണ്ട് ഈ സിനിമ ഇത്ര ദിവസം ഓടും അങ്ങനെയൊന്നും പണ്ടുണ്ടായിരുന്നു. അത് നമുക്കൊരു ഗ്യാരണ്ടി പോലെ ഉണ്ടായിരുന്നു. ഇന്ന ആർട്ടിസ്റ്റിന്റെ സിനിമ നമുക്കൊരു മിനിമം ഗ്യാരണ്ടി എന്ന്. ഇത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂല. അതുപോലെ ഇപ്പം ബബാബയിൽ ഒരുപാട് റെഫറൻസസ് വന്നു ദിലീപന്റെ ഒരുപാട് സിനിമകളുടെ. അപ്പൊ ദിലീപന്റെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതൊരു റെഫറൻസ് അല്ലെങ്കിൽ ആ ഒരു സീൻ ഏതായിരിക്കും ബബാബയിൽ ഇപ്പൊ ചെയ്തതിൽ? അല്ല, അതേ പറഞ്ഞേ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരുടെ ഇഷ്ടത്തിനാണ് ആ സംഭവങ്ങളെല്ലാം ചെയ്തത്. നമ്മൾ പുതിയത് ആഗ്രഹിക്കുന്നു. ഇവരെടുത്തതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചഞ്ചൽ എന്ന് പറഞ്ഞിട്ട് റിയാസ് ഭായി ഒരു വണ്ടിയായിട്ട് വരുന്നു. നിങ്ങളത് അതിന്റെ വേറെ വേർഷൻ റൺവേയിൽ കണ്ടിട്ടുള്ളതാണ്. പരമശിവം ഇടയിൽ കയറി വേറെ ആൾക്കാർക്ക് പണി കൊടുക്കാൻ മുമ്പിൽ കയറി വരുന്ന ഒരു സാധനമൊക്കെ. അപ്പൊ അത് അങ്ങനെ തന്നെ വേണം. അതൊക്കെ ഭയങ്കര ഓളമാണ് തിയേറ്ററിൽ ഉണ്ടാക്കിയത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇപ്പൊ വന്നിരിക്കുന്ന തലമുറ ഇതുപോലെ നമ്മൾ സ്ക്രീനിൽ അങ്ങനെ ആടി വിളയാടുന്ന ഒരു സംഭവം സ്ക്രീനിൽ കണ്ടിട്ടില്ല, ടി വിയിൽ കണ്ടിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു 8-10 വർഷമായിട്ട് അല്ലേ. ഇപ്പോഴത്തെ നമ്മൾ പറയില്ലേ, ഇപ്പൊ എന്താ പറയാ, ന്യൂ ജനറേഷൻ ഒരു മെച്യൂർഡ് ഇതിലേക്ക് വരില്ലേ, ഒരു യൂത്തിലേക്ക് വരുന്ന കുട്ടികളുടെ മുമ്പിലേക്ക് നമ്മളങ്ങനെ വലിയ ഒരു രീതിയിലുള്ള ഒരു കളികളായിട്ട് വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. ഉത്തരം ഞാൻ പറയാം, ഞാൻ ആ കാറ് തരില്ല എന്ന് പറഞ്ഞു. നമ്മൾ എടുത്തു വെച്ചേക്കത് സെക്കൻഡ് പാർട്ടിന് വേണ്ടേ. ദിലീപേട്ട ആ വണ്ടി ഓടൂല. ഞാനാ വണ്ടി കൊണ്ടുപോയപ്പോ തന്നെ എഞ്ചിനെടുത്ത് മാറ്റി വെച്ച്. കാരണം അത് ഓടൂല എന്ന് പറഞ്ഞില്ല. ഇവരെന്ത് ചെയ്യും മനസ്സിലായില്ലേ. സെക്കൻഡ് പാർട്ട് നമ്മളൊന്നുമില്ല, നമ്മൾ അതുവരെ കുറെ റെഫറൻസ് കാണിച്ചു. അവിടുന്ന് നമ്മുടെ പടത്തിൻ്റെതായ 2 വണ്ടികൾ എന്നുള്ള രീതിയിലാണ് ആ 2 വണ്ടി നമ്മളവിടെ കൊണ്ടുവന്നത്. പടത്തിൽ വിജയ് സാറിന്റെ പാട്ടുകളായാലും പറയാൻ പറ്റത്തില്ലേ, അങ്ങനത്തെ കുറച്ച് സീനുകളുണ്ടല്ലോ. എന്തുകൊണ്ടാണ് വിജയ് സാറെ റെഫർ ചെയ്യാനുള്ള കാരണം എന്താണ്? വിജയ് ഫാൻസിനെ അട്രാക്ട് ചെയ്യാൻ എന്നുള്ളതുകൊണ്ടാണോ അതോ വിജയ് ഫാൻ എന്നുള്ള ലെവലാണോ? നമ്മൾ അങ്ങനത്തെ ആളാണല്ലോ, ആ വിജയ് ഫാനാണല്ലോ. അപ്പോൾ പിന്നെ ഈ കാരണം എന്താ പറയുക, ഇപ്പം ഞാൻ ഗുഡ് ബാഡ് അഗ്ലിയും കണ്ടപ്പോൾ എനിക്ക് തോന്നിച്ചാൽ അങ്ങനത്തെ ഇവിടെ വിജയ് സാറിന് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം കൂടുതൽ ആളുകൾക്ക് അത് റെഫറൻസ് കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഗുഡ് ബാഡ് അഗ്ലിയൊക്കെ കണ്ടിട്ട് കുറേ ആൾക്കാർ പറയുന്ന കേട്ടത് കുറേ റെഫറൻസ് കിട്ടിയില്ല എന്നൊക്കെ പറയാം. അപ്പോൾ അതൊരു വിജയ് സാറിൻ്റെ പടമാണെങ്കിൽ ഈച്ച് ആൻഡ് എവരി റെഫറൻസ് ആൾക്കാർക്ക് കണക്റ്റ് ആവും. അപ്പോൾ അത്രയും ആളുകളിലേക്ക് എത്തിയ ഒരു നടനാണ്, സ്റ്റാറാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് DVD കാണുന്ന പടം ഗില്ലിയാണ്. അപ്പം അന്ന് മുതലേ ഞാൻ ഫാനാണ്.
CD മൂസ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ ആദ്യം തന്നെ കൊടുത്തത് ടേസ്റ്റ് ദ ബ്ലണ്ടർ എന്നാണ്. ബ്ലണ്ടറാണ്. ഇപ്പം എനിക്ക് എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്, പാരച്ചൂട്ടിൽ ആൾക്കാരെ ഇറങ്ങാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് 3-4 കുട കൂട്ടി വെച്ചിട്ട് ചാടിയ കറക്റ്റാവില്ലെന്ന്. നമ്മുടെ വിഡിത്തങ്ങളായ ചിന്തകളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ആ സിനിമയിൽ പറഞ്ഞ ഒരുപാട് ഡയലോഗ്സുകൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ എന്താണ് ഓവറാക്കണ കാര്യം പറഞ്ഞില്ലേ, എല്ലാം ഓവറാക്കിയല്ലേ ആളുകൾ ശ്രദ്ധിക്കൂ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഡയലോഗ്സുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് നമ്മൾ ചില ആൾക്കാർ പുഴുവൊക്കെ അടിക്കില്ലേ, പുഴുവൊക്കെ അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് തള്ളാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത് ലാലേട്ടൻ ഇതിനകത്ത് പറയണ്ടേ ജയ എന്ന് പറയുമ്പോൾ ഒരു ബ്ലോക്കിന് ജയ, ഈ ജയ എന്നുള്ള പേര് മിക്കവാറും ആൾക്കാരെ എടുത്തിട്ട് എന്തെങ്കിലും പറയാം ജയ എന്ന് പറയാവുന്ന സാധനങ്ങൾ പോലെയുള്ള എനിക്ക് മീൻസ് പുള്ളി പെർഫോം ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളെല്ലാം ഇനി ഭാവിയിലേക്ക് ചിലപ്പോൾ ഇതെടുത്ത് യൂസ് ചെയ്യുന്നു. നമ്മളൊക്കെ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്തു വന്ന ആൾക്കാരല്ല. അതിൽ നിന്നാണ് ദൈവം അനുഗ്രഹിച്ച് ഈ ഒരു അവസരത്തിലേക്ക് എത്തിയത്. അന്ന് തുടക്കം ഞാൻ ലാലും എനിക്ക് തോന്നുന്നു ചമ്പക്കുളത്ത് നച്ചൻ എന്ന് പറഞ്ഞ സിനിമയിൽ വിനീതിൻ്റെ അപ്പുറം നിൽക്കുന്നുണ്ട്. പിന്നീട് അതിന് ശേഷം വിനീത് ഒരുമിച്ച് സിനിമ ചെയ്യാൻ പറ്റി. അങ്ങനെ ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹത്തിൽ പോകുന്ന കാര്യങ്ങളാണ്. ഒരു ഷോട്ടിൽ അപ്പം അവിടെ നിന്ന് ഉള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ സപ്പോർട്ടും ഒക്കെയാണ്. അല്ലാതെ നമ്മുടെ മിടുക്ക് മാത്രമല്ല, പിന്നെ ദൈവാനുഗ്രഹം, ഒരു ഭാഗ്യം. പക്ഷെ അന്ന് ആ ഒരു ക്യാരക്ടർ മലയാള സിനിമയ്ക്ക് ആവശ്യമായിരുന്നു. ഒരു റോസാപ്പൂവായിട്ട് ഒരു പെൺകുട്ടീനെ അന്ന് ഞാൻ സാറിൻ്റെ കൂടെ, ഞാൻ കമൽ സാറിൻ്റെ കൂടെ മാത്രമേ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ജോർജ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഗുരുസ്ഥാനത്തുള്ള ഒരാളാണ് ജോർജ് സാർ. ഇന്നും അദ്ദേഹത്തിൻ്റെ കൂടെ സിനിമ ചെയ്യുമ്പോൾ ഇന്നും അസിസ്റ്റൻ്റ് ഡയറക്ടർ തന്നെ. അല്ല, സാൻഡി മാസ്റ്റർ വന്ന് പഠിപ്പിക്കുന്നു, ഇപ്പുറത്ത് ലാലേട്ടൻ പഠിക്കുന്നു. നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ 2 പേരും അത്ര യൂണിഫോമിൽ ചെയ്യണം. ഇവരാണെങ്കിൽ ഭയങ്കര ഷാർപ്പായിട്ട് പഠിപ്പിക്കുന്നു. ലാലേട്ടൻ എന്ത് ചെയ്യുമ്പോഴും അതിനൊരു ഗ്രേസ് ഉള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ അത് രണ്ടും നോക്കിക്കണ്ട് ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. പിന്നെ അതിനു മുമ്പ് എനിക്ക് സത്യം പറഞ്ഞ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയമുള്ള ഒരാളാണ്. പിന്നെ ഈ മീശമാധവനിലും CD മൂസയിലും അവിടെ തുടങ്ങി കുറേ ഡാൻസ് ചെയ്തിട്ടുണ്ട്. പഞ്ചാബി ഹൗസിൽ ബല്ല ബല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനങ്ങനെ. അപ്പോൾ ഓരോ സമയത്ത് ഇത് കഴിച്ചിലേക്ക് കഴിയുമ്പോൾ എന്ന് പറയുന്നൊരു സന്തോഷത്തിൽ നിൽക്കുന്ന ഒരാൾ. കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. അതേപോലെ ആണ് അദ്ദേഹത്തെ ലെജൻഡാണ്. ഇന്നും റെഫർ ചെയ്യുന്ന സിനിമകളുടെ സ്ക്രിപ്റ്റ് അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റുകളാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. അപ്പം ഇനി അങ്ങനത്തെ ഒരു സിനിമകൾ അതേപോലെ ചിന്തിപ്പിക്കുന്ന ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ അതേപോലെ സിനിമകൾ മിസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ചൊരു ഓർമ്മകൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ സാർ? അല്ല, അദ്ദേഹം നമ്മുടെ മലയാള സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും മറ്റുള്ള ഇതുപോലെ ഒന്നും അല്ല വെച്ചാൽ റൈറ്റർ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന സിനിമകളിലൂടെ വന്നിരിക്കുന്ന കഥാപാത്രങ്ങൾ സമൂഹത്തിലെ ആക്ഷേപഹാസ്യത്തിൽ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. ജെന്യുവിനായിട്ടുള്ള ഒരാൾ, മനുഷ്യസ്നേഹി, പിന്നെ നല്ല ചങ്കൂറ്റ ഒരാൾ. പിന്നെന്താ പറയുക, അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ, നല്ല കലാസ്വാദകൻ, പ്രസൻസ് ഓഫ് മൈൻഡ്, ഹ്യൂമർ സെൻസ്. അത് എനിക്കറിയില്ല ഇനി അങ്ങനെ ഒരു അവതാരം ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഞാൻ വളരെ ഭാഗ്യവാനാണ് ആ കാര്യത്തിൽ. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായി തുടങ്ങിയ ആ സമയം മുതലുള്ളൊരു അടുപ്പമുണ്ട്. അദ്ദേഹം എല്ലാ തരത്തിലുള്ള സിനിമകളെയും ഉൾക്കൊണ്ടിട്ടുള്ള ഒരാളാണ്. ഒരിക്കൽ പാസഞ്ചർ എന്ന് പറഞ്ഞ സിനിമയുടെ കഥ വന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് ദിലീപ് ഒരു വേറെ ടൈപ്പ് സംഭവം വന്നിട്ട് കേട്ട് നോക്കൂ, എന്നിട്ട് അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് പിടിക്കാം. അപ്പം എൻ്റെ അടുത്ത് ഞാൻ കഥ പറഞ്ഞ് കേട്ടപ്പോൾ കേട്ട് ഇത് വേറെ തരത്തിൽ. എനിക്ക് തോന്നുന്നു ന്യൂ ജനറേഷൻ സിനിമയുടെ തുടക്കം ആ സിനിമയാണ് പാസഞ്ചർ. ആ പാസഞ്ചർ എന്ന് പറഞ്ഞ സിനിമയിൽ വേറെ തരത്തിലുള്ള അതിനും ഈ സ്ക്രിപ്റ്റിലും ഒക്കെ ശ്രീനേട്ടൻ്റെ സൂപ്പർവൈസേഷൻ എന്ന് പറയുന്ന പോലെ കയ്യും ഒക്കെ ഉണ്ട് ആ സിനിമയിൽ. സിനിമ തിയേറ്ററിൽ ആളുകൾ ഡാൻസ് കളിച്ച് പാട്ട് പാടി കാണുന്നു എന്ന് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്.
നല്ല റെസ്പോൺസാണ് എല്ലാ സ്ഥലത്തും വരുന്നത്. നല്ലതും ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തതും ഒക്കെ ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം നമ്മൾ അറിയുന്നുണ്ട്. എന്തായാലും സിനിമ ഈ പറഞ്ഞ പോലെ സുഹിത്തേട്ടൻ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള റെക്കോർഡുകൾ കിട്ടുന്നതിൽ ഭയങ്കര സന്തോഷം. അത് ആദ്യത്തെ സിനിമയിൽ തന്നെ ആയതിൽ അത് ഭയങ്കര വലിയൊരു സന്തോഷവും അഭിമാനമൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ സന്തോഷം, ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന എൻ്റെ സുഹൃത്താണോ ബ്രദറാണോ അതറിയില്ല, ഈ റിലേഷൻ എന്താണെന്ന്. കുറേ പടം ദിലീപേട്ടൻ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. സോ എപ്പോഴും ഞാൻ ദിലീപേട്ടനോട് അഭിനയിക്കുമ്പോൾ അതൊരു സക്സസ് പടമായിട്ടേ ഉള്ളൂ. സോ ഇതും ഒരു വലിയ സക്സസ്സാണ്. സോ വളരെ സന്തോഷം. ചില വാക്കുകൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ അത്രയൊരു സന്തോഷമുള്ള ഒരു മൊമെൻ്റാണ്, ഇന്നൊരു ദിവസമാണ്.